നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, സമയത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. എന്തിനു വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നിലകൊണ്ടത്? ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ശരിയായ ഋജുവായ മുസ്ലിമാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുശ്രിക്കുമല്ല. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രധാനമായും നിർവഹിച്ചത്. തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നതും ശിർക്കിനെ നിരാകരിക്കുക എന്നതുമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദിനെ കുറിച്ചുള്ള അറിവാണ്. വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിയുക, മനസ്സിലാക്കുക, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നല്ല. തൗഹീദിനെക്കുറിച്ച് വിജ്ഞാനമില്ലാത്ത ഒരാൾക്ക് വിവരമുണ്ട്, വിജ്ഞാനമുണ്ട് എന്ന് ഇസ്ലാം പൂർണ്ണമായും അംഗീകരിക്കുന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും വായനയൊന്നും തുടക്കത്തിൽ അറിഞ്ഞ ഒരാളായിരുന്നില്ല, ഉമ്മിയായിരുന്നു. അതിനേക്കാൾ എഴുത്തും വായനയും വിവരവും അറിവുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയോഗികളായ ആളുകൾ. പക്ഷെ അവർക്ക് വിവരമുണ്ട് എന്ന് അള്ളാഹു അംഗീകരിച്ചില്ല. എന്നല്ല, ഒരാളുടെ പേരെന്നെ അബൂജാഹിൽ എന്നായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നബിയേക്കാൾ കൂടുതൽ വിവരം എല്ലാ കാര്യത്തിലും അവർക്കുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരമുണ്ട് എന്നൊരാൾക്ക് അംഗീകരിക്കണമെങ്കിൽ അടിസ്ഥാന വിവരം അള്ളാഹു ഏകനാണ് എന്ന വിവരം അറിയലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കലാണ്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവ്, ജ്ഞാനമുണ്ടാവുക എന്ന് പറയുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ച പ്രതിജ്ഞയാണല്ലോ നമ്മളെല്ലാ നിസ്കാരത്തിലും നിർവഹിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണ്. ഈ പ്രതിജ്ഞ ലോകാവസാനം വരെ മുസ്ലിങ്ങൾ അവരുടെ നമസ്കാരത്തിൽ, അധിക മുസ്ലിങ്ങളും, എല്ലാ മുസ്ലിങ്ങളുടെയും പ്രാരംഭ പ്രാർത്ഥന അങ്ങനെയല്ല, വേറെയും പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. ഇവിടെ അധിക മുസ്ലിങ്ങളും ഈ പ്രതിജ്ഞയാണ് നിർവഹിക്കുന്നത്. ആ പ്രതിജ്ഞയുടെ ഖാതലും എന്താണ്? തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്ന ആഹ്വാനമാണ്, പ്രതിജ്ഞയാണ്. ശിർക്കിനെ നിരാകരിക്കലാണ്. ഒരു വിശ്വാസിയുടെ അടിസ്ഥാന നിലപാട് അതാണ്. തൗഹീദിൽ ഉറച്ചു നിൽക്കുക, ശിർക്കിൻ്റെ എല്ലാ ഭാവങ്ങളെയും നിരാകരിക്കുക. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം ഇതിനു വേണ്ടിയാണ് നിലകൊണ്ടത്. ഇബ്രാഹിം നബിയുടെ ജീവിതം തൗഹീദിന് വേണ്ടിയുള്ള ജീവിതമാണ്. തൗഹീദിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ചരിത്രമാണ്. കുടുംബത്തെയും സമൂഹത്തെയും എതിർത്ത് നിൽക്കേണ്ടി വന്നപ്പോഴും അടിയുറച്ച് അദ്ദേഹം തൗഹീദിൽ നിന്നു. അതുപോലെ തൗഹീദിനു വേണ്ടി നിലകൊണ്ടു. തൗഹീദ് എന്ന ആശയമാണ് ഇസ്ലാമിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. അല്ലാമ സയ്യിദ് ഖുതുബ് ഫീ ളിലാലിൽ ഖുർആനിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രപഞ്ചത്തിൻ്റെ താളം തൗഹീദാണ്. ചെടി, മരം, ജീവനില്ലാത്ത വസ്തുക്കൾ, ഭൂമിയേക്കാൾ അനേകം ഇരട്ടി, ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഗോളങ്ങൾ, അതുപോലെ തന്നെ സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, ഓർബിറ്റ്സുകൾ, ഇതെല്ലാം അതിൻ്റെ താളം തൗഹീദാണ്. അതിൻ്റെ താളം എന്താണ്? കാരണം അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, വിധേയപ്പെടുന്നു. അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിരുദ്ധമായി ചലിക്കാൻ സൂര്യന് സാധ്യമല്ല, ചന്ദ്രനും സാധ്യമല്ല, ഒരു വസ്തുവിനും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ താളമാണ് തൗഹീദ്.
ആ തൗഹീദിലേക്ക് മനുഷ്യനെ കൂടി ക്ഷണിക്കുക എന്ന പ്രോസസ്സാണ് പ്രവാചകന്മാർ ലോകത്ത് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യണം? സൂര്യനും ചന്ദ്രനൊക്കെ നിലകൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന്റെ താളത്തോട് നിങ്ങളും ചേർന്ന് നിൽക്കുക. വേറൊരു കാര്യം പറയല്ല ചെയ്തത്. അതിനാണ് നമ്മൾ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ആദർശം ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഇസ്ലാം ആരുടെ ആദർശമാണ്? സൂര്യനും ചന്ദ്രനും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും ആശയവും ആദർശവുമാണേത്? ഇസ്ലാം എന്ന് പറയും. അതിൻ്റെ കൂടെ മനുഷ്യരും ചേർന്ന് നിൽക്കുക. മനുഷ്യനൊരു സ്വാഭാവികമായി മനുഷ്യനൊരു വ്യതിരക്തത ഉണ്ടായി. ആ വ്യതിരക്തത എന്ന് പറയുന്നത് എന്താണ്? ഇത് തെരഞ്ഞെടുക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകി. അപ്പൊ മനുഷ്യൻ തെരഞ്ഞെടുക്കുന്നത് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയാണോ അതുപോലെ തന്നെ പ്രപഞ്ചത്തിന് വിരുദ്ധമായ വ്യവസ്ഥയാണോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്നും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് യഥാർത്ഥത്തിൽ ബഹുദൈവ സമൂഹത്തിൽ യജമാനന്മാർ കൂടുതലായിരിക്കും. ബഹുദൈവ വിശ്വാസത്തിൽ യജമാനന്മാർ കൂടുതലായിരിക്കും. ബഹുദൈവ വിശ്വാസമാണ് ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ എങ്കിൽ ഒരിക്കലും ഈ പ്രപഞ്ചത്തിന് താളം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണമെന്ന് പറയുന്നു. തൗഹീദിന്റെ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, തൗഹീദിനെ നടപ്പിലാക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഇല്ലാതെയായാൽ ഇതിനേറെ ഓപ്പോസിറ്റാണ് ശിർക്കിന്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തൗഹീദിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും നല്ല മൂല്യങ്ങൾ. അതിലൊന്നാമത്തെ വിശുദ്ധ ഖുർആൻ പറയുന്ന അദ്ലാണ്, നീതിയാണ്. രണ്ടാമത്തെ എന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഇഹ്സാനാണ്, യുക്തിഭദ്രമാണ്. മൂന്നാമത്തെ എന്താണ്? അതുപോലെ റഹ്മത്താണ്, കാരുണ്യമാണ്. നാലാമത്തെ ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നീതിയും യുക്തിയും അതുപോലെ തന്നെ കാരുണ്യവും ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് എന്ത് പറയാ? ഹിക്മത്ത് എന്ന് പറയാം. അപ്പൊ ഈ 4 കാര്യങ്ങളും അനുസരിച്ച് ഈ പ്രപഞ്ചം, ഈ സാമൂഹ്യ ക്രമം, മനുഷ്യന്റെ ജീവിതക്രമം സഞ്ചരിക്കാൻ തൗഹീദ് അനിവാര്യമാണ്. ശിർക്കിൽ ഉണ്ടാവുകയില്ല, ശിർക്കിൽ ഇഹ്സാൻ ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ ശിർക്കിൽ റഹ്മത്തും ഉണ്ടാവുകയില്ല. ഇതില്ലാതെയായാൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അസാധ്യമാണ്, മനുഷ്യന്റെ സാമൂഹ്യ ക്രമം അസാധ്യമാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിത വ്യവസ്ഥയാണ് അവർ സ്വീകരിക്കേണ്ടത്. ആ തൗഹീദിന്റെ അധിഷ്ഠിതമായ ലോകവീക്ഷണമാണ് അവർ സ്വീകരിക്കേണ്ടത്. പ്രപഞ്ചത്തിന്റെ താളം ഞാൻ പറഞ്ഞു, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖദ്ദറ ഫഹദ. വിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹോന്നതനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ഫസവ്വ, സൃഷ്ടിക്കുക മാത്രമല്ല അതിനനുസൃതമായ രീതിയിൽ എല്ലാത്തിനും അതിൻ്റെ അളവിലാണ്. മഴ എന്ന് പറയുന്നത് ഒരിക്കലും ഭൂമിയിൽ ഭൂമിയിലേക്ക് ലഭ്യമാകേണ്ട മഴയുടെ അളവിൽ ഒരിക്കലും ഒരു വ്യത്യാസമില്ല. പെയ്യുന്ന പ്രദേശങ്ങളും സ്ഥലങ്ങളും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഭൂമിയിലേക്ക് ലഭ്യമാകുന്ന വെള്ളത്തിന്റെ അളവ് എല്ലാ കാലവും ഒരുപോലെയാണ്, എല്ലാ കാലവും പോലെയാണ്. അത് ഇന്നിവിടെ തെക്ക് കൂടും വടക്ക് കൂടും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അള്ളാഹു മുകളിലോട്ട് ഉയർത്തുന്ന വെള്ളത്തിന്റെ അളവും ഒരുപോലെയാണ്. ഖദ്ദറ ഫഹദ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒന്നിനും ഒരു കണക്ക്, ഒരു വ്യവസ്ഥ, ഒരു ചിട്ടയില്ലാതെ ഒരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ലോകവീക്ഷണം, മുസ്ലിം ഉമ്മത്തിന്റെ ലോകവീക്ഷണം തൗഹീദിൽ അധിഷ്ഠിതമാണ്, തൗഹീദിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കല്ലാതെ ഒരു പ്രവാചകനും ഒരാളെയും ഒരു സമൂഹത്തെയും ക്ഷണിച്ചിട്ടില്ല. കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ താളം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യമാണ് അതിലേക്ക് വരിക. അപ്പൊ ഈ തൗഹീദിന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, ആധിപത്യം, ഉടമസ്ഥൻ, നിയന്ത്രണമൊക്കെ അള്ളാഹുവിനാണ്. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ഈ റുബൂബിയത്ത് ഒരു പരിധിവരെ മക്കയിലെ ഖുറൈശികൾ അംഗീകരിച്ചിരുന്നു. മഴ പെയ്യിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അബൂജഹലും അബൂലഹബും പറയാ അത് ഞങ്ങളുടെ ബിംബങ്ങളാണ്, ദൈവങ്ങളാണെന്നല്ല, അള്ളാഹു എന്ന് തന്നെയാണ് അവരും പറയാം. അള്ളാഹുവാണ്. അപ്പൊ ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്.
അതിൽ വേറെ ഒരാൾക്കും പങ്കില്ല, അതിൽ അവൻ ഏകനാണ് എന്ന വിശ്വാസമാണത് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. വിശ്വാസത്തെ തൗഹീദിന്റെ ഒരു ഭാഗം അതാണ്. സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ നിയന്ത്രണം, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമാണ് എന്ന വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ ഉലൂഹിയ്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കാന്നാണ്. ദൈവസാമീപ്യം, അള്ളാഹുവിന്റെ സാമീപ്യം തേടാൻ എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും അള്ളാഹു ഏകനാവണം. അത് അനുഷ്ഠാനങ്ങളിൽ, നേർച്ചകളിൽ, വഴിപാടുകളിൽ, പ്രാർത്ഥനകളിൽ, അതുപോലെ തന്നെ ഭയം, പ്രതീക്ഷ, ബലി, ഇതൊക്കെ ആർക്കേ പാടുള്ളൂ? അള്ളാഹുമാ. അതിൽ അല്ലാത്ത ഒരാളുണ്ടാവാൻ പാടില്ല. അത് അള്ളാഹു മാത്രം ചെയ്യുക. ആരാധന അള്ളാഹുവിന് മാത്രമാണ്. അപ്പൊ ആരാധന അള്ളാഹുവിന് മാത്രമാണ് എന്ന വിശ്വാസം തൗഹീദ് ഉലൂഹിയൻ. റുബൂബിയത്ത് അംഗീകരിച്ച ആളുകൾ പോലും ഉലൂഹിയത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? പഴക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലതെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകുക. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നാണ്. ലോകത്തെ ഏറ്റവും കൊടിയ അക്രമം എന്ന് പറയുന്നത് ശിർക്കാണ്. കാരണം എന്താണ്? സൃഷ്ടിച്ചതാരാണ്? അള്ളയാണ്. നിങ്ങൾക്കുള്ള നിഅമത്ത് ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ, നമുക്കറിയാം, ഇപ്പോൾ ഒരു ഓക്സിജൻ ഒരാൾ ശ്വസിക്കുകയാണ്. ഒരു മിനിറ്റ് നമ്മൾ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എത്ര തവണയാണ് ശ്വാസം വിടുന്നത്? ഈ ശ്വാസം വലിച്ച് ആ ശ്വാസം അകത്തേക്ക് പോകുന്നു. ആ അകത്തേക്ക് പോകുന്നു വളരെ ചെറിയൊരു പ്രോസസ്സിലാണ്, വളരെ സാവധാനമാണ്. എന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തിന്റെ കുഴൽ അതിങ്ങനെ ചുരുളഴിഞ്ഞ് വീർത്ത് പതിയെ പതിയെ നമ്മുടെ രക്തത്തിലേക്ക് ഓക്സിജൻ കയറിപ്പോൾ ഈ നിൽക്കുന്ന ഒരു ഞരമ്പ്, ആ ഞരമ്പ് ഇങ്ങനെ നിവർത്തി നോക്കിയാൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ വലിപ്പം ഉണ്ടാവുന്നതാണ്. ടെന്നീസ് കോർട്ടിന്റെ വലിപ്പമുണ്ട്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും. ദാലിക്കുമുള്ള, ഇതൊരു നിഅമത്താണ്. ലോകത്ത് മനുഷ്യനല്ല കൊടുക്കുന്ന നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ശ്വസിക്കാൻ ശുദ്ധവായു വന്നതാണ്. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കുറെ നേരം നിലനിൽക്കാം, പക്ഷെ വായു ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള നിഅമത്തുകൾ ചെയ്ത് ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹ് കൊടുക്കേണ്ട കാര്യത്തിൽ ഞാൻ അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നു, അത് വിഭജിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലും കൊടിയ അക്രമം ഭൂമിയിൽ വേറെ ഇല്ല. അതുകൊണ്ടാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മനുഷ്യന് ഭയം, അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടൂ. ആരിലെങ്കിലും പ്രതീക്ഷ നിങ്ങൾ സമർപ്പിക്കുന്നതിൽ അള്ളാഹുവിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷ വെക്കാൻ പാടുള്ളൂ. വേറെ ഒരാളെ, വേറൊരു വിഗ്രഹത്തെ, ബിംബങ്ങളെ, ശക്തിയെ, വ്യക്തിയെ, അല്ലെങ്കിൽ പുണ്യപുരുഷന്മാരെ, പ്രവാചകന്മാരെ ഒന്നും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും മാനദണ്ഡങ്ങളാക്കാൻ പാടില്ല. എല്ലാ വിചാരങ്ങളും അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി അനുഷ്ഠാനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. നിങ്ങൾ ആരാധിക്കുക, ഞാനാണ് ഏകനായ അല്ലാഹു. ഫഅബ്ദുനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, ഞാൻ ഏകനാണ്. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്റെ ഓർമ്മക്ക്, എന്റെ സ്മരണക്ക് വേണ്ടി നമസ്കാരം നിലനിർത്തുക. അപ്പൊ അനുഷ്ഠാനങ്ങളിൽ അള്ളാഹുവിന് ഏകൻ. അള്ളാഹുവിന്റെ സാമീപ്യം തേടാൻ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങളിലെല്ലാം അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസമാണ് തൗഹീദ് ഉലൂഹിയ്യ എന്ന് പറയുന്നത്. മൂന്നാമത്തെ തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. അള്ളാഹുവിന് കുറെ നാമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ വലില്ലാഹി അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ധാരാളം വിശിഷ്ട നാമങ്ങളുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ വേറൊന്നില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഇത് അടിസ്ഥാന വിശ്വാസമാണ്. അതുപോലെ തന്നെ വഹുവ സമീഉൽ ബസീർ, അതൊരു സിഫത്താണ്. സമീഉ ബസീർ, കേൾക്കുന്നവൻ അല്ലാഹുവാണ്. അള്ളാഹു അല്ലാത്ത ആൾ കാര്യകാരണങ്ങളില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അള്ളാഹു കേൾക്കും എന്നതാണ് സമീഉ എന്ന് പറയുന്നത്. അതിന് ദൂരം പ്രശ്നമല്ല, മറ്റു മാനദണ്ഡങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരാളെ, സൗദിയിൽ നിൽക്കുന്ന ഒരാളെ എപ്പോൾ വിളിച്ചാൽ കേൾക്കും. പക്ഷെ എന്ത് വേണം? മൊബൈലിൽ സിമ്മ് വേണം, നെറ്റ് വേണം, റീചാർജ് ചെയ്യണം. ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടായാൽ സൗദിയിലുള്ള ഒരാൾ കേൾക്കും. ഇതില്ലെങ്കിൽ സൗദിയിലുള്ള ഒരാൾ കേൾക്കും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യകാരണങ്ങളില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ സമീഉ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹുവാണ്. അവിടെ വല്ലാ നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതുത്തീരം നൽകും ഞാനെന്നോവർ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സമീഉ ആര് മാത്രമേ ഉള്ളൂ? എവിടെ നിന്ന് വിളിച്ചാലും വായി ഇങ്ങനെ കൂടുന്നതിന് മുമ്പ് അതിന് ഞാൻ ഉത്തരം നൽകും എന്നൊരു ശൈഖോ ഒരു കോജയോ ഒരു വലിയ ആര് പറഞ്ഞാലും അത് ശരിയല്ല. സമീഉ എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവാണ്. ബസീർ എന്ന് പറയുന്ന അള്ളാഹുവാണ്. നമ്മളിങ്ങനെ കാണണം, ഇങ്ങനെ മുന്നിലുള്ള ആളെ നിങ്ങൾക്ക് കാണാം, പക്ഷെ ആ കാണേണ്ട ആളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ദൃശ്യപ്പെടുന്ന കാര്യത്തിന്റെ തന്നെ മറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നിരന്തരം കാണുന്ന ഒരു മരം, അല്ലെങ്കിൽ നിരന്തരം കാണുന്ന ഒരു മനുഷ്യൻ,
ഇതിനൊക്കെ നമുക്ക് കാണുന്നത് മരമാണെന്ന വിവരം നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ മരത്തിന്റെ ഭാവി, വർത്തമാനം, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ രീതി, സ്വഭാവം, പെരുമാറ്റം, ഉള്ളിലുള്ള വികാരങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല. കാണുന്നതിനെ കുറിച്ചുള്ള അറിവ് തന്നെ വളരെ കുറവാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബസീറാൻ, അതിന് മാനദണ്ഡങ്ങളില്ല. അതുകൊണ്ട് കുഫി അകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ വെള്ള കുപ്പിയിലുള്ള ഒരു കാര്യത്തെ പോലെ ഞാൻ കാണും എന്ന് ആര് പറഞ്ഞാലും അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹുവിന് മാത്രമാണ്. സമീഉ, ബസീർ, റഹീം എന്ന് പറയുന്ന എല്ലാ സിഫത്തുകളും ആർക്കാണ്? അള്ളാഹുവിന് മാത്രം. അപ്പൊ അസ്മാഉ വസ്സിഫാത്ത്, അള്ളാഹുവിന് തത്തുല്യമായ ഒരു നാമം വേറെ ഒരാൾക്കുണ്ട്, ഒരു സിഫത്തുണ്ട് എന്ന് വിശ്വസിക്കൽ ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോവാനുള്ള കാരണമാണ്. അപ്പൊ മൂന്നാമത്തെ ഭാഗമാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തൗഹീദുൽ ഹാക്കിമിയത്താണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അതുപോലെ തന്നെ അള്ളാഹുവിന് സമാനമായ സിഫത്തുകളോ നാമങ്ങളോ വേറെ ഒരാൾക്ക് ചാർത്തി കൊടുക്കാനോ ആ വിശേഷണങ്ങൾ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതേപോലെ തന്നെ നമുക്ക് അള്ളാഹുവിന് സൃഷ്ടിപ്പ് അള്ളാഹുവിനായതുകൊണ്ട് മിൽക്ക് അള്ളാഹുവിനാണ്, ഉടമസ്ഥാവകാശം ആർക്കാണ്? അള്ളാഹുവിനാണ്. മുൽക്ക് ആർക്കാണ്? അധികാരം, ആധിപത്യം ആർക്കാണ്? അള്ളാഹുവിനാണ്. കാരണം അലാ ലഹുൽ ഖൽഖ് വൽ അംർ, ഖൽഖ് ആർക്കാണോ ആ ശക്തിക്ക് മാത്രമാണ് അമ്രുണ്ടാവുക, കൽപ്പിക്കാനുള്ള അധികാരം ഉണ്ടാവുക. അതുകൊണ്ട് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദാണ് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിനല്ലാതെ നിയമമില്ല, ഹുക്കുമില്ല എന്ന് പറഞ്ഞ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പാർലമെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിട്ട് ആ 100 ആളുണ്ടെങ്കിൽ അത് 51 ആള് പറയാണ് മദ്യം ഹലാലാണ് എന്ന് പറഞ്ഞാൽ വോട്ടിലിട്ടപ്പോൾ 100 ആളിൽ 55 അല്ലെ 60 ആളും മദ്യം ഹലാലാണെന്ന് വോട്ട് ചെയ്തു. പക്ഷെ ഒരു വിശ്വാസിക്ക് അതുകൊണ്ട് എന്തെയില്ല, മദ്യം അനുവദനീയമാവില്ല. കാരണം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശരിയും തെറ്റും തീർപ്പാക്കാനുള്ള അധികാരം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനാണ്. ഈ 3 നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദിന്റെ പാർശ്വഭാഗങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ, വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഈ നാലാമത്തെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ ആളുകൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തർക്കിച്ചത് ആരോടാണ്? നമ്രൂദിനോടാണ്. നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയാണ് അള്ളാഹു ജീവിപ്പിക്കുന്ന, ഇന്നല്ലാഹ യുഹീ വ യുമീത്, അള്ളാഹ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനാണ്. അന ഉഹീ വ ഉമീത്. നമ്രൂദ് എഴുന്നേറ്റ് പറയാൻ അതിനെന്താ കുഴപ്പം? ഞാനും ജീവിപ്പിക്കുന്ന ആളാണ്, ഞാനും മരിപ്പിക്കുന്ന ആളാണ്. 2 ആളോട് വരാൻ പറഞ്ഞു, ഒരാളെ തട്ടി, കണ്ട ഒരാളെ ഞാൻ കൊന്നു, ഒരാളോട് വീട്ടിൽ പോകാൻ പറഞ്ഞു, ഒരാളെ ഞാൻ ജീവിപ്പിച്ചു. ഞാനും എന്റെ അള്ളയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്ത് വ്യത്യാസമുള്ള? അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മഗ്രിബ് മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ് എന്താണ്? സൂര്യനെ കിഴക്കുന്ന് കൊണ്ടുവരുന്നവനാണ്. സാധ്യമെങ്കിൽ ഈ പടിഞ്ഞാറുന്ന് സൂര്യനെ ഉദിപ്പിക്ക്. ഫബുഹിതല്ലദീ കഫർ, നിഷേധിയായാളും. അപ്പൊ യഥാർത്ഥത്തില് ഒരാളെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ശേഷിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ലാര്? നമ്രൂദ് എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ ഫറോവ എന്ന് പറയുന്ന ഏകാധിപതി, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് ചോദിച്ചാൽ ഫറോവനോട് പറയാ, ഈ കാണുന്ന ജനങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച നീയാണോ എന്ന് ചോദിച്ചാൽ ഫറോവ തന്നെ പറയും ഞാനല്ല, ഞങ്ങൾക്ക് വേണ്ട മഴ തരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഫറോ പിന്നെ എന്തിനാണ് അന റബ്ബുക്കുമുൽ അഅ്ലാ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം, അതിന് യെസ് ഓർ നോ പറയാനുള്ള അധികാരം എനിക്കേ ഉള്ളൂ. നിങ്ങൾ ഏത് വിഗ്രഹത്തെ വേണമെങ്കിലും പൂജിച്ചോ, പക്ഷെ അത് പൂജിക്കണ്ടെന്ന് ഞാൻ ഓർഡർ വിട്ടാൽ പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റൂല. തീരുമാനിക്കേണ്ട അധികാരം ആർക്കാണ്? എനിക്കാണ്. അതുകൊണ്ടാണ് ഇപ്പൊ വഖഫ് നിയമമൊക്കെ വന്ന സമയത്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പ്രത്യേകം മനസ്സിലാകാൻ കഴിയും. വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾ എവിടെ വഖഫ് ഭേദഗതി നിയമം ഇവിടെ പാസ്സായി, ആ സമയത്ത് ഇത് ഖബർസ്ഥാനാണോ അല്ലേ, അതുപോലെ തന്നെ പള്ളിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ അധികാരം ഇത് വഖഫാണ്. ആണ് വിശ്വാസം അനുസരിച്ച് ഇത് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്താൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് എന്താണ്? ഇത് വഖഫാണ്. ഒരാൾ കയ്യേറിയിട്ട് ഇത് വഖഫാണോ അല്ലേ എന്ന സംശയ അടിസ്ഥാനപ്പെടുത്തി ഒരാൾ കോടതിയിൽ കേസ് പോയാൽ അത് തീർപ്പാക്കുന്നത് വരെ പിന്നെന്താവൂല? പള്ളിയാവൂല, ഖബർസ്ഥാനാവൂല. അതാണല്ലോ വഖഫ് ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ പക്കാ മതകാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിൽ പോലും അത് അങ്ങനെയാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? കോടതിക്കാണ്, രാഷ്ട്രീയത്തിനാണ്. അപ്പൊ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം
യഥാർത്ഥത്തിൽ രാഷ്ട്രീയം, നിങ്ങൾ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങൾ എന്ത് ചെയ്യും? നിയന്ത്രിക്കും. നിങ്ങൾ നിസ്കരിക്കണോ നിസ്കരിക്കണ്ട തീരുമാനിക്കാൻ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്കും രാജ്യം ഭരിക്കുന്ന ആളുകൾക്കും അധികാരമുണ്ട്. ഈ അധികാരം എന്താണ്? ഈ അധികാരം ഉപയോഗിച്ചവർ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു, നിയമങ്ങളിൽ മാറ്റത്തിരുത്തൽ വരുത്തുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംഘടനക്കോ ഒരു വ്യവസ്ഥക്കോ ഇല്ല. അലാ ലഹുൽ ഖൽഖു വൽ അംർ. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന് മാത്രമാണ് ശരിയാതാണ് തെറ്റേതാണെന്ന് പറയാനുള്ളത്. ഇതിനു വേണ്ടിയാണ് ഹദറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ കൊട്ടാരത്തിൽ പോയി കലഹിച്ചത്. ഹദറത്ത് മൂസ അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ പോയി കലഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ അധികാരം നിനക്കല്ല എന്ന് പറയാനാണ്. ഫറോവന്റെ അടുത്ത് മൂസ അലൈഹിസ്സലാം ചെന്നിട്ട് പറയാണ്, ഞാനിവിടെ ഒരു സംഘം ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി, ഫറോവ തന്നെ ഏറ്റവും നല്ല ഡിസൈനുള്ള ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കും. കാരണം അത് ഫറോവയെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. കാരണം ആ നാട്ടിൽ ആരെ പൂജിക്കണമെന്നും ഏത് അമ്പലം ഉണ്ടാക്കണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഫറോവക്കുണ്ട്. ഈ നാളെ മുതൽ നിങ്ങൾ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ നിയമം അധികാരം ആർക്കാണ്? ഫറോവക്കാൻ. പക്ഷേ ഫറോവയോട് പറഞ്ഞത്, അല്ലാഹ് ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബാണ്, ഞാൻ എന്തു പറയണം പറയണ്ട എന്ന് തീരുമാനിക്കാനുള്ളത്. എന്ത് അനുവദനീയമാണ്, എന്ത് അനനുവദനീയമാണ്, അനുവദനീയമല്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ആ റബ്ബിനാണ്. അപ്പോഴാണ് ഫറോവ മൂസ അലൈഹി ഇസ്ലാമുമായി അടഞ്ഞത്. അപ്പോഴാണ് നമ്രൂദ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു? അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞത്. ഫബുഹിതല്ലദീ കഫർ. അവിടെ നിഷേധികളുടെ, ഈ വിശ്വാസത്തിന്റെ പ്രതിയോഗികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉത്തരം മുട്ടുന്ന എന്താണ്? ആ അധികാരം നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോഴാണ്. ഹദറത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയും ശക്തിയും കഴിവും യോഗ്യതയുമുള്ള ആളായിരുന്നു നീ, പക്ഷെ ഏറ്റവും കൂടുതൽ വൈകിയത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിലേക്ക് വരാൻ കുറെ വൈകിട്ടാണ് വന്നത്. അപ്പൊ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ വിചാരിച്ചു, കാരണം എന്താണ്, അന്നുണ്ടായിരുന്ന അമ്മാറും അതുപോലെ തന്നെ ബിലാലും അടക്കമുള്ള ഒരു സംഘമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഒരു യോഗം കൂടിയിട്ട് യുദ്ധം തീരുമാനിച്ചാൽ യുദ്ധത്തിന്റെ സേനാനായകൻ ആരാണ് എന്ന് ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ മതി, അത് അബൂ സുഫിയാനാണെന്ന് പറഞ്ഞാൽ മറുത്ത് ആ സമൂഹത്തിൽ എതിരഭിപ്രായം പറയാൻ ശക്തിയുള്ള ഒരാളുണ്ടായിരുന്നില്ല. കാരണം അത്ര യോഗ്യനായിരുന്നു അബൂ സുഫിയാൻ. ഈ കാര്യങ്ങൾ ഇന്നത്തെ ഇവിടത്തെ ഹജ്ജിന്റെ അധിപൻ ആരാണ്, ഇതിന്റെ അധികാരി ആരാണ്? ഹജ്ജ് സീസണിലെ യോഗം കൂടിയിട്ട് ദാറുന്നത പേര് ഞങ്ങൾ തീരുമാനിച്ചാൽ ആരെങ്കിലും ഒരാൾ അബൂ സുഫിയാന്റെ പേര് പറഞ്ഞാൽ അബൂ സുഫിയാൻ അല്ല മറ്റൊരാൾ വേണമെന്ന് പറയാൻ അവിടെ ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്ര പവർ എനിക്കുണ്ട്. അന്നെങ്ങാനും ഞാൻ ആ കൂട്ടത്തിൽ വന്നാൽ ഈ പവറൊക്കെ പോകും, ഈ അധികാരമൊക്കെ പോകും. അല്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും കളവ് പറയുന്നവനാണ് എന്ന് അബൂ സുഫിയാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം അബൂ സുഫിയാന്റെ ഏറ്റവും അടുത്ത അയൽവാസിയാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹശേഷം ഖദീജയുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. അബൂ സുഫിയാന്റെ അയൽവാസിയാണ്. അതുകൊണ്ടാണല്ലോ മകൻ മുആവിയയോട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാൻ, മുആവിയ കുട്ടിയായ സന്ദർഭത്തിൽ പറയുന്നു, നീ വഴിയിലൂടെ പോകുന്ന സമയത്ത്, വാഹനവുമായി പോകുന്ന സമയത്ത് മുഹമ്മദിനെ കണ്ടാൽ നീ അവിടെ നിർത്തണം, എന്നിട്ട് അദ്ദേഹത്തോട് വാഹനത്തിൽ കയറാൻ പറയണം. അദ്ദേഹം കയറുന്നില്ല എന്ന് കണ്ടാൽ നീ വാഹനത്തിൽ ഇറങ്ങിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകണം. അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തു പോകരുത്. കഠിന നിഷേധിയായ കാലത്ത് മകന് കൊടുത്ത വസിയത്താണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന് അറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയില്ല. പക്ഷെ തന്റെ അധികാരം, പള്ളി കമ്മിറ്റി, അതുപോലെ തന്നെ നാട്ടിലെ കാരണവര്, ഈ സ്ഥാനമൊക്കെ നഷ്ടവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആധിപത്യത്തിന് അർഹൻ അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ സകലതും ത്യജിക്കേണ്ടി വരും. അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. നിനക്ക് എന്താണ് വേണ്ടത് മുഹമ്മദ് എന്ന് ചോദിച്ചു വന്നു. പള്ളി തന്നെ വേണം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കി കൊടുക്കും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെന്നെ പൈസ പിരിച്ചിട്ടാക്കി കൊടുക്കും. ഏറ്റവും നല്ല ഒരു സൗന്ദര്യമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കലാണ്, അത് ഞങ്ങൾ സംഘടിപ്പിച്ചു തരും. പക്ഷെ അതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലക്കുമുൽ അറബു വൽ അജം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അറബികളും അജമികളും കീഴ്പ്പെടും. അങ്ങനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞാലാണ് അതിന് സ്വാധീനമുണ്ടാവുക. അതാണ് നിങ്ങളുടെ ജീവിതത്തെ അടക്കി ഭരിക്കുന്ന തൗഹീദ് എന്ന് പറയുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള തൗഹീദാണ് ലോകത്ത് പ്രവാചകന്മാർ എല്ലാ കാലങ്ങളിലും സമുദായങ്ങളിലും
പ്രബോധനം ചെയ്തത്. അത് മനസ്സിലാക്കി നമ്മൾ അവിടെ പ്രബോധനം ചെയ്തപ്പോൾ അതിന്റെ പ്രതിയോഗികൾക്ക് ഈ തൗഹീദിന്റെ എല്ലാ ആശയവും അതിന്റെ ഗാംഭീര്യത്തിൽ മനസ്സിലായതുകൊണ്ടാണ് കഠിന ശത്രുതയും അവർ വെച്ചു പുലർത്തിയത്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്മരണകൾ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടിസ്ഥാന ആദർശത്തെക്കുറിച്ചാണ്. തൗഹീദിന്റെ ഇനങ്ങൾ, തൗഹീദ് എന്ന് പറയുന്ന വിശ്വാസങ്ങൾ, തൗഹീദ് എന്ന് പറയുന്ന വിശ്വാസം, ആ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കൽ നിർബന്ധമുള്ള ആളുകളാണ് ഓരോ വിശ്വാസിയും എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഏകനായി അള്ളാഹുവിനെ ജീവിതത്തിന്റെ മുഴുവൻ താളക്രമങ്ങളിലും തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുള്ളവനാക്കി പ്രതിഷ്ഠിക്കലാണ് തൗഹീദിന്റെ ഖാദൽ എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവണം.